ഇനി ക്രിസ്മസ് ദിനത്തിലെ മറ്റൊരു അത്ഭുത വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഒറിഗാമി ക്രിസ്മസ് നക്ഷത്രം തിരുവനന്തപുരം പാറശാലയിൽ പ്രകാശിക്കുകയാണ്. അങ്ങനെ പാറശാല നെടുവാൻവിള ഹോളി ട്രിനിറ്റി ദേവാലയത്തിലാണ് 1,00,000-ലേറെ ചെറു നക്ഷത്രങ്ങൾ കൂട്ടിയോജിപ്പിച്ച് കൂറ്റൻ നക്ഷത്രം ഒരുക്കിയിട്ടുള്ളത്. ചാർലി ചാപ്ലിന്റെയും എലിസബത്ത് രാജ്ഞിയുടെയും ഏറ്റവും വലിയ ചിത്രങ്ങൾ വരച്ച് 2 തവണ ഗിന്നസ് റെക്കോർഡ് നേടിയ ചിത്രകാരനും കലാസംവിധായകനുമായ ഗിന്നസ് ശ്രീരാജാണ് ഈ കൂറ്റൻ നക്ഷത്രത്തിന് പിന്നിലെ ശില്പി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാറശാലയ്ക്ക് സമീപത്ത് നെടുവാൻവിളയിലാണ്. നെടുവാൻവിള ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായി ഒരു പടുകൂറ്റൻ നക്ഷത്രം ഒരുങ്ങുകയാണ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,05,000 കുഞ്ഞു നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഈ ഒരു പടുകൂറ്റൻ നക്ഷത്രം ഒരുങ്ങുന്നത്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ശ്രീരാജാണ്. ശ്രീരാജ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ശ്രീരാജ. എന്താണ് ഈ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ ഒറിഗാമി അതായത് ഏറ്റവും കൂടുതൽ ഒറിഗാമി നക്ഷത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു നക്ഷത്രം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒറിഗാമി എന്ന് പറയുന്നത് പേപ്പർ കൊണ്ട് പേപ്പർ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാതെ ഒട്ടിക്കാതെ ഫോൾഡ് ചെയ്ത് മടക്കി എടുക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. മടക്കി മാത്രം എടുക്കും. മടക്കി നമ്മളത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ സ്ട്രക്ചർ ഇങ്ങനെ കിട്ടും. അതിനാണ് ഒറിഗാമി ആർട്ട് എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ 1,05,200 പീസ് ചേർത്ത് വെച്ചിട്ട് 38 അടി ഉയരവും 28 അടി വീതിയുള്ള 8 ലീഫുള്ള നക്ഷത്രമാണ് ചെയ്യുന്നത്. പൊക്കത്തിലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എത്ര ദിവസം എടുത്തു നിർമ്മാണം? ഇത് ഏകദേശം 1 മാസത്തോളം ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുണ്ടായിരുന്നു. ഇത് ഫ്രെയിമിൽ ഒട്ടിച്ചാണ് വെച്ച് പോകുന്നതാണ്. അതായത് നമ്മുടെ ഈ ഇത്രയും സ്റ്റാർ നിൽക്കാനായിട്ട് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗം വെച്ചിട്ട് ഇത് വരുന്നിട്ട് ഒട്ടിക്കും. കാരണം നമ്മൾ ടോട്ടൽ ഒരു പേപ്പർ ഒറിഗാമി സ്ട്രക്ചറായിട്ട് തന്നെ അത് വരണം, സ്റ്റാറായിട്ട്. അതാണ് ഒരു നിർമ്മാണ ചെലവൊക്കെ എത്ര വരും? നിർമ്മാണ ചെലവ് വലിയ ചിലവല്ല. ഒരു ഈ പേപ്പറിൻ്റെ ചിലവും പിന്നെ നമ്മുടെ ഈ സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി ഫ്രെയിമിൻ്റെ അധ്വാനങ്ങൾ ആവശ്യമാണ്. അതാണ്. അങ്ങനെ ഏകദേശം ചർച്ചിലെ യുവജനങ്ങളും പിന്നെ കുറേ നമ്മുടെ ചേച്ചിമാരൊക്കെ അല്ലെങ്കിൽ ഒരു 50 പേര് അടുപ്പിച്ച് ഇതിൻ്റെ ഈ നിർമ്മാണത്തിലുണ്ടായിരുന്നു. ചേർന്നാണ് ചെയ്തത്. ഇടവകയിലെ ഒരു കൂട്ടം വിശ്വാസികൾ ചേർന്നാണ് ഈ ഒരു ഉദ്യമത്തിന്, ഈ ഒരു മഹാനക്ഷത്രം ഒരുക്കുന്നതിന് ശ്രീരാജിന് പിന്തുണ നൽകുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് സെലിനാണ്. നമ്മളൊപ്പം സെലിനും ഉണ്ട്. സെലിൻ നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏകോപിപ്പിച്ചത്? ആർട്ടിസ്റ്റ് ശ്രീരാജ് തമിഴ്നാട് സ്വദേശിയാണ്. ഹോളി ട്രിനിറ്റി ചർച്ച് ലൊക്കേഷൻ ഇഷ്ടപ്പെടുകയും ഇടവക വികാരിയെ കാണുകയും ശ്രീരാജിൻ്റെ ഈ സ്റ്റാർ നിർമ്മാണത്തിൻ്റെ അറിയിക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഇടവക വികാരി ഇടവകയിൽ അറിയിക്കുകയും ഇടവക ജനങ്ങൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. 1 മാസത്തോളം 50 പേർ ഇടവക ജനങ്ങൾ ഒരുമിച്ച് ശ്രീരാജിനോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇരവ് പകൽ കഠിന അധ്വാനമാണ് നാളെ നാം കാണുന്നത്. സാധാരണമായി വിദേശ രാജ്യങ്ങളിൽ നാം കേട്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ വലിയ സ്റ്റാറും ക്രിസ്മസ് ഫാദറിൻ്റെയൊക്കെ റെക്കോർഡ്. പക്ഷേ ഇന്ത്യയിൽ കേരള ദേശത്ത് ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുന്നത്, ഒരു സ്റ്റാറിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഒരു അഭിമാന നിമിഷമായി കാണുന്നു. ഞങ്ങളുടെ ദേവാലയത്തിനും ഞങ്ങളുടെ ഇടവക ജനങ്ങൾക്കും അതൊരു അഭിമാനമാണ്. ശ്രീരാജിന് താങ്ക് യു. എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ മൊത്തത്തിൽ? 50 പേരുണ്ടായിരുന്നു. 5 വയസ്സ് മുതൽ 80 വയസ്സ് അമ്മച്ചി വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വത്തോടെയാണ് ഇത് എല്ലാവരും ചെയ്തത്. എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തിയിരുന്നത്? സമയം സ്കൂളിൽ ഇതിൽ കുറേ വീട്ടമ്മമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മക്കളെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് ആ സമയം വരും. സ്കൂളിൽ മക്കൾ തിരിച്ചു വരും മുൻപ് ഓടിയെത്തും. പിന്നെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് തന്നെയായിരുന്നു അവരെ പണി. 1 മാസത്തോളം ഇത് തന്നെയായിരുന്നു പണി. അത് കണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് 1 മാസത്തിൽ വളരെ കുറഞ്ഞ കാലത്തിലാണ് ഇത് ചെയ്തു തീർത്തത്. അവരെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഓരോരുത്തരും ഇറങ്ങി നിന്ന് ഇന്നൊരു വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തൊഴുകുന്ന ഈ മഹാനക്ഷത്രം ഇത്തവണത്തെ ക്രിസ്മസിന് ഏറെ കൗതുകം സൃഷ്ടിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര.